വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് അമെൻഡ്മെൻറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ റൂൾ 15 ആദ്യമായിട്ട് നോക്കുന്നത്. റൂൾ 15 വന്നിട്ടുള്ള ചട്ടം 15 വന്നിട്ടുള്ള മാറ്റങ്ങൾ. ചട്ടം 15 എന്തിനെ പറ്റിയാണ് പറയുക? സഹകരണ സംഘങ്ങളുടെ തരംതിരിക്കലിനെ പറ്റിയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. അപ്പോൾ ആ സംഘങ്ങളുടെ ഇനം തിരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അതേതെല്ലാം ടൈപ്പിൽ വരും, ഏതെല്ലാം മാതൃകയിലുള്ള സംഘങ്ങളാണ് നിലവിലുള്ളത് എന്നതിനെ പറ്റിയാണ്. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് സഹകരണ സംഘങ്ങൾക്ക്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനും മറ്റ് ക്ലാസിഫിക്കേഷനും ഒക്കെ ഉണ്ട്. ഇവിടെ അക്കോർഡിംഗ് ടു ടൈപ്പാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ള ഭാഗത്ത് ഷോർട്ട് ടേം, മീഡിയം ടേം എന്ന് പറയുന്നുണ്ട്. ഹ്രസ്വകാല സംഘങ്ങളുണ്ട്, അതുപോലെ തന്നെ മധ്യകാല വായ്പാ സംഘങ്ങളുമൊക്കെ ഉണ്ട്. അതിൽ അപ്പെക്സ്, സെൻട്രൽ തിരിച്ചിട്ടുണ്ട്. അതിൽ സെൻട്രൽ എന്ന് പറയുന്ന ഭാഗം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അതങ്ങ് ഒഴിവാക്കി. കാര്യം ജില്ലാ ബാങ്കുകൾ ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ട് സെൻട്രൽ സൊസൈറ്റീസ് എന്നുള്ള ആ ടൈപ്പിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് അത് ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് അതിൽ തന്നെ 3 പറയുന്ന പ്രൈമറി സംഘങ്ങൾ. 3 പ്രൈമറി. അതിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നെല്ലാം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്നിടത്താണ് പ്രൈമറി PSCSനെ പറ്റി പറഞ്ഞിരുന്നത്. ആ എ എന്ന് പറയുന്ന ഭാഗം ഇത് ബ്രാക്കറ്റിൽ എ എന്ന് കൊടുത്തിരുന്നത് ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു. അത് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയെ പറ്റി 5ാമതായിട്ട് പറയുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി. ആ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസിൽ അപ്പെക്സ്, സെൻട്രൽ, പ്രൈമറി അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സെൻട്രൽ സൊസൈറ്റിയിൽ സെൻട്രൽ കയർ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കിയിരിക്കുകയാണ്. The word symbol Central Coir Marketing Society shall be omitted. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നുണ്ട്. റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ദ വേർഡ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻസ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ അവിടെ കോപ്പറേറ്റീവ് എന്നും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം. റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻസ് എന്നാണ് ഇപ്പോഴുള്ളത്. അവിടെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻസ് എന്നാക്കണം. പിന്നെ മിസലേനിയസ് സൊസൈറ്റികളെ പറ്റിയാണ് 12ാമത് ആയിട്ട് പറയുന്നത്. സബ് ഹെഡിങ് 12 മിസലേനിയസ് സൊസൈറ്റികളാണ്. മിസലേനിയസ് പലവക സംഘങ്ങളെ പറ്റി. അതിനകത്ത് ഈ നിലവിൽ പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറഞ്ഞ് 4ാമതായിട്ട് പറയുന്നുണ്ട്. ദ മിസലേനിയസ് സൊസൈറ്റി ആഫ്റ്റർ ദ എക്സിസ്റ്റിംഗ് എൻട്രി പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റീസ് എഗൻസ്റ്റ് ഐറ്റം 3 അതേഴ്സ് എന്ന് പറയുന്നതിനകത്ത് അവിടെ നമ്മൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ്, കൊമേഴ്സ്യൽ സൊസൈറ്റീസ്, അതേഴ്സ് ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേഴ്സിനകത്ത് 3ാമത്തെ പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റീസ് എന്നുള്ളത് കഴിഞ്ഞിട്ട് 4ഉം 5ഉമായിട്ട് പുതുതായിട്ട് ഓരോ സംഘങ്ങൾ പുതുതായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള സംഘങ്ങൾ വരികയാണ്. 4 സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ്, 5 യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അങ്ങനെ 4ഉം 5ഉമായിട്ട് അത് രണ്ടും കൂടെ ചേർക്കണം. പിന്നെ 13ാമത്തെ ഐറ്റം എന്ന് പറയുന്ന മൾട്ടിപ്പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. മൾട്ടിപ്പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ താഴെയായിട്ട് പ്രൈമറി മൾട്ടിപ്പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർടേക്കിംഗ് മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്ന് ചേർക്കണം. പ്രൈമറി മൾട്ടിപ്പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അണ്ടർടേക്കിംഗ് മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. ഇനിയും അടുത്ത റൂളിലുള്ള മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 3 റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ്. അതായത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളുടെ അവകാശങ്ങളും ബാധ്യതകളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന ആ ചാപ്റ്ററിൽ 16ാമത്തെ ചട്ടം എന്ന് പറയുന്നത് അംഗമായി അംഗത്വം ലഭിക്കുന്നതിന് അനുവർത്തിക്കേണ്ട വ്യവസ്ഥകളെ പറ്റിയാണ്. അതായത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്.
അതിനകത്ത് രണ്ടാമത്തെ ക്ലോസിൽ നിലവിൽ രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഫ് എ ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ. അത് കഴിഞ്ഞ് എന്ന് പറയുന്ന ഒരു ക്ലോസും കൂടെ വരികയാണ്. അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയാണ്. അതിനകത്ത് വരുന്നത് യൂത്ത് in the case of youth cooperative societies has attained the age of 45 years. യുവജന സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ 45 വയസ്സ് പൂർത്തീകരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years. അതാണ് അതിനകത്തെ മാറ്റം. അത് കഴിഞ്ഞ് പിന്നെ അമെൻഡ്മെൻറ്റ് വന്നിട്ടുള്ളത് റൂള് 16 തന്നെ 9 16 9. അത് നമുക്ക് നോക്കാം. സബ് റൂൾ 4 following sub-rule shall be added, namely, the enrollment of members made by the administrator or the administrative committee appointed by RCS as per section 32 or 33 of the Act, as the case may be. He may either ratify or deny any such membership, and in the event of not ratifying such membership by the elected committee, it shall be specify the reason thereof and inform the applicant accordingly. The elected committee has to take a decision within a period of 1 year from the date of assuming charge by the elected committee എന്നാണ്. അപ്പോൾ അത് പുതുതായിട്ട് ചേർത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. G ആണ്. ജിയിൽ 1 വകുപ്പ് 32 സബ് റൂൾ 4 ശേഷം സബ് റൂൾ 5 കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. വകുപ്പ് 32, 33 പ്രകാരം നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റർ അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്നിവർ ചേർക്കുന്ന അംഗത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ കമ്മിറ്റി 1 വർഷത്തിനകം തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീടാണ് റൂൾ 16 മാറ്റങ്ങൾ വരിക. റൂൾ 16 നിലവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൂളാണ് 16. അതിൽ തന്നെ ഈ 1 എന്ന് പറയുന്ന ഒരു ക്ലോസ് ആനന്ദ് പാറ്റേൺ മിൽക്ക് സൊസൈറ്റികളെ പറ്റിയാണ്. 16 in rule 16 after sub rule 1 the following sub rule shall be added. ഇപ്പം നിലവിൽ ABCD ഇത്രയുണ്ട്. എന്ന് പറയുന്ന റൂൾ 16 എന്ന് പറയുന്ന ID കാർഡ്, റൂൾ 16B എന്ന് പറയുന്ന ID കാർഡ് ഓൺ റിക്വസ്റ്റ്, റൂൾ 16C എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ്, 16D എന്ന് പറയുന്നത് അപ്പീൽ, പിന്നെ 16E ആണ്. 16E എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ്. കേന്ദ്ര സംഘത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന സംഘത്തിലോ അഫിലിയേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിൽ ആനന്ദ് പാറ്റേൺ മിൽക്ക് സൊസൈറ്റികൾ ഫോം നമ്പർ 31 അഫിലിയേഷൻ ആയി അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദി കേസ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് having a regular elected managing committee and doing the business of milk procurement and sales within the area of operation of the regional cooperative milk producers union shall apply for affiliation to their respective central or apex societies in form number 31 of appendix 2 of these rules and shall be sent
by registered post with acknowledgement due. അപ്പോൾ അവരുടെ കേന്ദ്ര സംഘത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന സംഘത്തിലോ ഒരു ഈ ഫോം നമ്പർ 31 അഫിലിയേഷന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അക്നോളജ്മെൻറ്റ് സഹിതം അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും 16 ഇക്ക് ശേഷം എഫ് എന്ന് പറയുന്ന ഒരു പുതിയ റൂള് കൂട്ടിച്ചേർക്കുകയാണ്. 16 റൂൾ 16F. അതെന്തിനെ പറ്റിയാണ് പറയുക നോക്കാം. എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു സജീവ അംഗം ആയിട്ട് തുടരാനുള്ള അതിൻ്റെ അർഹതയെപ്പറ്റിയാണ് പറയുക. Only an active member having the qualifications specified in subsection 1 of section 16B of the Act shall be eligible to become a member of the committee of an Anand Pattern Milk Cooperative Society and to continue as a member of such committee എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആക്ടിൻ്റെ സെക്ഷൻ 16B പറഞ്ഞിട്ടുള്ള സെക്ഷൻ 16B സബ്സെക്ഷൻ 1 വ്യക്തമാക്കിയിട്ടുള്ള യോഗ്യതകളുള്ള ഒരു സജീവ അംഗത്തിന് മാത്രമേ ആനന്ദ് പാറ്റേൺ മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കമ്മിറ്റിയിൽ അംഗമാകാനും അങ്ങനെ തുടരാനും അർഹതയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റൂൾ 25 ആണ്. റൂൾ 25 എന്ന് പറയുന്നത് മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. സഹകരണ സംഘങ്ങളുടെ കണക്കുകൾ പരിശോധിക്കാനുള്ള അധികാരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സംഘത്തിലെ കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള അംഗങ്ങൾക്കുള്ള അവകാശത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിലവിൽ ഏതൊരംഗത്തിനും ഓഫീസ് സമയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് കൊടുത്ത ശേഷം സ്വന്തമായിട്ടോ അല്ലെങ്കിൽ രേഖാമൂലം പ്രത്യേകം ഒരു അധികാരപ്പെടുത്തിയ ഒരു ദൂതൻ വഴിയോ കണക്കുകൾ പരിശോധിക്കാവുന്നുണ്ട്. അപ്പോൾ ഈ പരിശോധിക്കുന്ന കണക്കുകളുടെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് ചേർത്തിരിക്കുകയാണ് Any member of a registered society may at any time during office hours, either by himself or by an agent who is a member specifically authorized by him in writing, inspect accounts of the society insofar as they relate to his transactions. The summary of defects included in the latest statutory audit report, along with the rectification report approved by the committee and the general body of the society. അതാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതായത് കണക്കുകൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പുതിയ ആഡിറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ന്യൂനതാ പരിഹരണവും പരിശോധിക്കാനുള്ള ഒരു അവകാശം കൂടെ അംഗങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതും കൂടെ കൂടുതലായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ കൂടെ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും ന്യൂനത പരിഹരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരിശോധിക്കാം എന്നാണ് പറയുന്നത്. ഇനിയും റൂൾ 25(1)A കൂട്ടിച്ചേർത്താണ് ഈ രേഖകൾ പരിശോധിക്കുന്നതിന് അതിൻ്റെ പകർപ്പിന് ഒരു പേജിന് 3 രൂപ അടയ്ക്കണം എന്നും കൂടെ ചേർത്തിട്ടുണ്ട്. എ മെമ്പർ ഷാൽ ബി entitled to get a true copy of the documents mentioned in sub-rule 1 on submission of application and on payment of a fee of ₹3 per each page of the documents. ഓരോ പേജിന് 3 രൂപ വീതം കോപ്പി വേണമെങ്കിൽ 3 രൂപ അടച്ച് വേണം അപേക്ഷിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അമെൻഡ്മെൻ്റ് എന്ന് പറയുന്നത് ഈ സംഘങ്ങളുടെ ഭരണ നിർവഹണത്തെ പറ്റിയാണ്. അതായത് നമ്മളെ അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ പോവുകയാണ്. നിലവിൽ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഈ റൂൾ 15 മുതൽ ഉള്ള മാറ്റങ്ങൾ, റൂൾ 25 വരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതെല്ലാമാണോ അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അമെൻഡ്മെൻറ്റ് നമുക്ക്
റൂൾ 29 വന്നിരിക്കുന്നത്. റൂൾ 29 അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ്സിൽ നിങ്ങളിത് പല പ്രാവശ്യം കേട്ട് ഈ അമെൻഡ്മെൻറ്റ് മനസ്സിലാക്കി ആ പുസ്തകത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വെച്ച് വേണം പഠിക്കാൻ. എന്നാലേ വരുന്ന പരീക്ഷകൾക്കും മറ്റും, നിലവിലുള്ള പരീക്ഷയല്ല, ഇനി അടുത്ത പരീക്ഷകൾക്കൊക്കെ ഈ അമെൻഡഡ് റൂൾസ് ഉൾപ്പെടെയാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അത് വെച്ച് വേണം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് പല പ്രാവശ്യം കേട്ട്, ഈ വീഡിയോ പല പ്രാവശ്യം കേട്ട് വേണം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.